പെർമിഷൻ ചോദിച്ചല്ലാതെ അവളെ റൂമിലേക്ക് ചെല്ലാൻ പാടില്ല പോലും. ശരിയാക്കി തരാം. നിങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നോളി. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കൂടെ അറിഞ്ഞണ്ടാ? എന്താ കുഞ്ഞോളെ, ഞാനറിയാതെ ഇവിടെ എന്ത് നടന്നെന്ന് വെച്ച് പറഞ്ഞത്? നിങ്ങളറിയാതെ ഇപ്പൊ പലതും നടക്കുന്നുണ്ട്. അതിന്റെ ഉദാഹരണം ഇതൊക്കെ. നിങ്ങളെ മകന്റെ മരുവോട് റൂമിലൊന്ന് കയറി വെക്കണം. അതിന് നിങ്ങൾക്ക് ഇപ്പൊ മുകളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. ആദ്യം ഓരോ അവിടെ നിന്ന് ഇറക്കിട്ടേ താഴെ ഏതെങ്കിലും റൂമിൽ കിടത്തണം. അതാ വേണ്ടത്. ഈ എന്തൊക്കെ പെണ്ണെ ഈ പറഞ്ഞത്? കാര്യം എന്താ വെച്ചൊന്ന് തെളിച്ച് പറയും. പറയാനൊന്നുമില്ല. എന്റെ പൊന്നാരമ്മ ഓരോ റൂമിൽ എന്തൊക്കെ ഒരു സാധനങ്ങളാണ് വെച്ചിട്ടാ. അതിൽ ഒട്ടുമിക്ക സാധനങ്ങളെ കല്യാണത്തിന്റെ മുന്നേ ആദ്യം ഒക്കെ വാങ്ങിച്ചു കൊടുത്താത്രേ. കല്യാണത്തിന്റെ മുന്നേ ആദ്യം മേടിച്ചു കൊടുക്കേ? എന്തൊക്കെയാ കുഞ്ഞോളെ ഈ പറഞ്ഞത്? ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ കേട്ടതിന് ശേഷം എന്താ വാങ്ങിച്ചപ്പത്തിനെ തീരുമാനിച്ചോളി. ഒരുങ്ങി തീർന്നില്ലല്ലോ, ടൈം ഒരുപാടായി. അതിന്റെ കഴിഞ്ഞു. പോകും മുന്നേ പാടുമാറും നാളത്തെ ട്രിപ്പിന്റെ കാര്യങ്ങളും പറഞ്ഞു. ഇവരെ നോക്ക്. ആ സൽമാത്ത ചോദിച്ചു നമ്മുടെ ഉപ്പാന്റെ ഉമ്മാന്റെ സമ്മതം വാങ്ങണില്ലേന്ന്. സൽമാത്താക്കും കാക്കാക്കും തമ്മിലേ ഇപ്പോൾ നേരം വെളുത്തിട്ടില്ല. സംഗതി എന്റെ അമ്മയും വാപ്പയൊക്കെ തന്നെയാണ്. ഓരോടൊക്കെ സ്നേഹം ബഹുമാനൊക്കെ ഉണ്ട് താൻ. എന്ന് വെച്ചിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്ക് പോട്ടേന്ന് ചോദിച്ചാല് എന്നാ പോയിട്ട് വായോ, അല്ലെങ്കിൽ അതിനെന്താ പോയിക്കോളി കുട്ടികളെന്നൊരു വാക്കുണ്ട്. അമ്മയും വാപ്പയും പറയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെ സീനാവോ? ഇതിനാവുന്ന 100% ഉറപ്പല്ലടി. അതുകൊണ്ട് പോയിട്ട് വരട്ടെ എന്നുള്ള ചോദ്യത്തിന് പകരം ഞങ്ങള് പോവാട്ടാന്ന് പറയും. അതാണ് ഇങ്ങനെയുള്ള കുടുംബത്തില് ബെസ്റ്റ്. ഈ പറയുമ്പോ കേൾക്കാനൊക്കെ രസമുണ്ട്. പക്ഷെ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് ട്ടാ. ഇതൊക്കെ ബുദ്ധിപരമായി ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഞാൻ നാട്ടിലില്ലെങ്കിലും നിനക്ക് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം. അല്ല, ഈ സൽമാതാക്ക് ക്യാഷ് കൊടുത്താ? കൊടുത്തു. മക്കൾക്കുള്ള പോക്കറ്റ് മണി കൂടി കൊടുത്തിട്ടുണ്ട്. അവര് ഹാപ്പി ആയിട്ട് പോയിട്ട് വരട്ടെ. അല്ലാതെ മക്കൾക്ക് ടൂറിനുള്ള ക്യാഷ് കൊടുക്കാൻ പോലും കഴിവില്ലാത്ത ആളാണോ ആഷിക്കാക്ക? ആള് കുറെ കാലമായില്ലേ പ്രവാസിയായിട്ട്. കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ ചിലതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വായും ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ.